എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. അധ്യാത്മരാമായണം പാരായണം 32-ാം ദിവസമായ ഇന്ന് യുദ്ധകാന്ഡം 5-ാം സർഗമാണ് പാരായണം ചെയ്യുന്നത്. രാവണദൂതനായി വന്ന ശുകന്റെ പൂർവകഥ, മാല്യവാൻ രാവണന് നൽകുന്ന ഉപദേശം, യുദ്ധ ആരംഭം എന്നിവയാണ് പഞ്ചമ സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. കർക്കടകം 32 ദിവസം കൊണ്ട് ഈ പാരായണം പൂർത്തീകരിക്കുവാൻ സാധിക്കുകയില്ല. മൂലഗ്രന്ഥത്തിൻ്റെ പാരായണവും വ്യാഖ്യാനവും കൂടി ഒരുമിച്ചാകയാൽ ഇത് നീണ്ടുപോവുകയാണ്. എല്ലാവരും സഹകരിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നഭ്യർത്ഥിക്കുന്നു. പാരായണം തുടരാം. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണോ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണോ വജസാ ഗൃഹാമി, ശ്രീരാമചന്ദ്രചരണോ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണോ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം പഞ്ചമസർഗ. ശുകവൃത്താന്തം, മാല്യവ ഉപദേശം, യുദ്ധം. ശ്രീമഹാദേവ ഉവാച ശ്രുത്വാ ശുകമുഖോദ്ഗീതം വാക്യമജ്ഞാനനാശനം രാവണക്രോധതാമ്രാക്ഷോദഹന്നിപദം അബ്രവീത്. മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു, ശുഖമുഖത്തു നിന്ന് ഉയർന്ന അജ്ഞാനനാശനമായ വാക്കുകൾ കേട്ടപ്പോൾ ക്രോധത്താൽ കണ്ണുകൾ ചുവന്നു തുടുത്ത രാവണൻ അവനെ ദഹിപ്പിക്കുമാറ് ഇങ്ങനെ പറഞ്ഞു. അന്യജീവ്യ സുദുർബുദ്ധേ ഗുരുവദ്ഭാഷസേ കഥം ശാസിതാകം ത്രിജഗതാം ത്വാം മാം ശിക്ഷന്ന ലജ്ജസേ. എന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ദുർബുദ്ധി, നീ എങ്ങനെ ഗുരുവിനെ പോലെ സംസാരിക്കുന്നു? 3 ലോകത്തിനും ഗുരുവാണ് ഞാൻ. എന്നെ ഉപദേശിക്കാൻ നിനക്ക് ലജ്ജയില്ലേ? ഇദാനീം ഏവഹന്മിത്വാം കിന്തു പൂർവകൃതം തവ സ്മരാമി തേന രക്ഷാമി ത്വാം യദ്യപി വധോചിതം. ഇപ്പോൾ തന്നെ നിന്റെ കഥ ഞാൻ കഴിക്കുമായിരുന്നു. പക്ഷേ നിന്റെ മുൻ ചെയ്തികൾ, മുൻപ് നീ ചെയ്ത നന്മകൾ ഞാൻ ഓർക്കുന്നു. അതിനാൽ വധ്യനെങ്കിലും നിന്നെ ഞാൻ രക്ഷിക്കുകയാണ്. യദോ ഗച്ഛ വിമൂഢത്വം ഏവം ശ്രോതും ന മേ ക്ഷമം മഹാപ്രസാദൈതി കുതോ വേപമാനോ ഗൃഹം യയൗ. പടുവിഡ്ഢി, നീ ഇവിടെ നിന്ന് പോയിക്കോളൂ. ഇങ്ങനെയൊന്നും കേൾക്കാൻ എനിക്കാവില്ല. പേടിച്ച് വിറച്ച ശുകൻ അവിടുത്തെ മഹാപ്രസാദം എന്ന് പറഞ്ഞ് വിറച്ച് വീട്ടിലേക്ക് പോയി. ശുകോ വിബ്രാഹ്മണപൂർവം ബ്രഹ്മിഷ്ടോ ബ്രഹ്മവിത്തമ വാനപ്രസ്ഥവിധാനേന വനേ തിഷ്ഠൻ സ്വകർമ്മകൃത ദേവാനാം അഭിവൃദ്ധ്യർത്ഥം വിനാശായ സുരദ്വിഷാം ചകാരയജ്ഞവിദതിം അവിഛിന്നാം മഹാമതി. ബ്രഹ്മനിഷ്ഠയുള്ളവനും ബ്രഹ്മജ്ഞരിൽ ഉത്തമനും ബ്രാഹ്മണനുമായ ശുകൻ
മുമ്പ് വാനപ്രസ്ഥ വിധിപ്രകാരം സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് വനത്തിൽ കഴിയുകയായിരുന്നു. ദേവന്മാരുടെ ഉത്കർഷത്തിനും ദേവദ്രോഹികളുടെ നാശത്തിനുമായി മഹാത്മാവായ ശുഗൻ ഇടതടവില്ലാതെ വളരെയധികം യജ്ഞങ്ങൾ അനുഷ്ഠിച്ചു. രാക്ഷസാനാം വിരോധോഭ്യുച്ഛുകോ ദേവഹിതോദ്യത വജ്രദംശ്രൈതിഖ്യാത ത്രൈകോ രാക്ഷസോ മഹാൻ അന്തരം പ്രേപ്സുരാതിഷ്ഠുകാപകരണോദ്യത കഥാചിത് ആഗതോ അഗസ്ത്യ തസ്യാശ്രമപദം. ദേവന്മാരുടെ ഹിതകാരിയാണ് ശുഗൻ എന്നതിനാൽ രാക്ഷസന്മാരുടെ വിരോധത്തിന് ഇടയാക്കി. അവരിൽ വജ്രദംഷൻ എന്ന് പേരുകേട്ട ഒരു മഹാരാക്ഷസൻ ശുഗനെ അപായപ്പെടുത്താൻ ശ്രമിച്ച് അവസരം പാർത്തിരുന്നു. ഒരു ദിവസം അഗസ്ത്യൻ ആ മുനിയുടെ ശുഗന്റെ ആശ്രമത്തിലെത്തി. തേന സംപൂജിതോ അഗസ്ത്യോ ഭോജനാർത്ഥം നിമന്ത്രിത ഗതേ സ്നാതും മുനൗ കുംഭസംഭവേ പ്രാപ്യജാന്തരം അഗസ്ത്യരൂപദൃക്സോവി രാക്ഷസശുഗമബ്രവീത് യതി ദാസ്യസി മേ ബ്രഹ്മൻ ഭോജനം ദേഹി സാമിഷം. ശുഗൻ അഗസ്ത്യമുനിയെ വേണ്ടവിധം സൽക്കരിച്ച് ഭക്ഷണത്തിന് ക്ഷണിച്ചു. അഗസ്ത്യമുനി കുളി കഴിഞ്ഞു വരാമെന്ന് പറഞ്ഞ് കുളിക്കാൻ പോയി. ആ രാക്ഷസൻ, വജ്രദംഷൻ എന്ന രാക്ഷസൻ, അവസരം നോക്കി അഗസ്ത്യന്റെ രൂപം പൂണ്ട് ശുഗന്റെ അടുത്തു വന്ന് പറഞ്ഞു, അല്ലയോ ബ്രഹ്മജ്ഞ, എനിക്ക് ഭോജനം തരുന്നു എങ്കിൽ മാംസഭോജനമാണ് തരേണ്ടത്. ബഹുകാലം ന ഭുക്തം മേ മാംസം ചാഗാംഗസംഭവം തഥേതി കാരയാമാസ മാംസഭോജ്യം സവിസ്തരം. വളരെ കാലമായി ഞാൻ ആട്ടിറച്ചി കഴിച്ചിട്ടില്ല, അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് ശുഗൻ വിസ്തരിച്ച് മാംസഭോജനം തയ്യാറാക്കി. ഉപവിഷ്ടേ മുനോ ഭോക്തും രാക്ഷസോ അതീവ സുന്ദരം ശുഗഭാര്യാവപൂർധൃത്വാ താം ചാന്തർമോഹയൻ ഖല നരമാംസം ദദൗ തസ്മൈ സുപക്വം ബഹുവിസ്തരം ദത്വൈവാന്തർധതേ രാക്ഷസ്തതോ ദൃഷ്ട്വാ ശുകോപസ. അമേദ്യം മാനുഷം മാംസം അഗസ്ത്യശുഗമബ്രവീത് അഭക്ഷ്യം മാനുഷം മാംസം ദത്തവാനസി ദുർമതേ മഹ്യത്വം രാക്ഷസോ ഭൂത്വാ തിഷ്ഠത്വം മാനുഷാശന ഇതി ശപ്തശുഗോ ഭീത്യ പ്രാഗാഗസ്ത്യം മുനേ ത്വയാ ഇദാനീം ഭാഷിതം മേദ്യ മാംസം ദേഹീതി വിസ്തരം തഥൈവ ദത്തം ഭോ ദേവ കിം മേ ശാപം പ്രദാസ്യസി. ആ ദുഷ്ടരാക്ഷസൻ ശുഗപത്നിയുടെ അടുത്തെത്തി അതിസുന്ദരിയായ അവളുടെ രൂപം ധരിച്ച് മുനി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അദ്ദേഹത്തിന് പലതരത്തിലുള്ള രുചികരമായ പാകം ചെയ്ത നരമാംസം വിളമ്പുകയും ചെയ്തു. ഭക്ഷണം കൊടുത്തിട്ട് ഉടൻ തന്നെ രാക്ഷസൻ മറഞ്ഞു. അശുചിയായ മനുഷ്യമാംസം കണ്ടതോടെ അഗസ്ത്യൻ കുപിതനായി. അദ്ദേഹം ശുഗനോട് പറഞ്ഞു, ദുർബുദ്ധേ, അഭക്ഷ്യമായ മനുഷ്യമാംസം നീ എനിക്ക് വിളമ്പിയവനാണ്. നീ രാക്ഷസനായി ഭവിച്ച് നരമാംസം തിന്ന് കഴിഞ്ഞുകൊടുക. ഇപ്രകാരം ശപിച്ചപ്പോൾ ശുഗൻ ഭീതിയോടെ അഗസ്ത്യനോട് പറഞ്ഞു, അല്ലയോ മുനെ, ഇന്നെനിക്ക് വിസ്തരിച്ച് മാംസഭക്ഷണം നൽകണമെന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അങ്ങനെ തന്നെ ഞാൻ തരികയും ചെയ്തു. ഇപ്പോൾ എന്തിനാണ് മഹർഷേ ഈ വിധം എന്നെ ശപിക്കുന്നത്? ശ്രുത്വാ ശുഗസ്യ വചനം മുഹൂർത്തം ധ്യാനമാസ്ഥിത ജ്ഞാത്വാ രക്ഷകൃതം സർവം തതപ്രാഗശുവം സുധീ തവാപകാരിണ സർവം രാക്ഷസേന കൃതത്വിതം അവിജാജ്യൈവമേ ദത്ത ചാവസ്തേ മുനിസത്തമ. ശുഗന്റെ വാക്കുകൾ കേട്ട് അല്പനേരം ധ്യാന ലീനനായിരുന്ന ആ വിശുദ്ധ ചിത്തൻ രാക്ഷസന്റെ ചെയ്തിയെല്ലാം ഗ്രഹിക്കുകയും പിന്നെ ശുഗനോട് ഇങ്ങനെ പറയുകയും ചെയ്തു, അല്ലയോ മഹാമനെ, ഇതാകട്ടെ നിന്നെ അപായപ്പെടുത്താനൂന്നിയ രാക്ഷസൻ കാട്ടിക്കൂട്ടിയതാണ്. ആലോചിക്കാതെ തന്നെ നിന്നെ ഞാൻ ശപിച്ചു കളഞ്ഞു. തഥാപിമേവജോ മോഖം ഏവമേവ ഭവിഷ്യതി രാക്ഷസം വപുരാസ്തായ രാവണസ്യ സഹായകൃത് തിഷ്ഠതാവദ്യതാ രാമോ ദശാനനവധായ ഹി
ആഗമിഷ്യതി ലങ്കായ സമീപം വാനരൈ സഹൈ. അങ്ങനെയാണെങ്കിലും എൻ്റെ വാക്ക് അലംഘ്യമാണ്, ഇപ്പോൾ ഭവിക്കുക തന്നെ ചെയ്യും. ദശഗ്രീവനെ വധിക്കാൻ വാനരന്മാരോടൊത്ത് ലങ്കയ്ക്കടുത്ത് എന്ന് ശ്രീരാമൻ എത്തിച്ചേരുമോ അന്നുവരെ രാക്ഷസ ദേഹം കൈക്കൊണ്ട് രാവണ സഹായിയായി നീ നിലകൊള്ളുക. പ്രേഷിതോ രാവണേന ത്വം ചാരോ ഭൂത്വാ രഘൂത്തമം ദൃഷ്ട്വാ ശാപാദ് വിനിർമുക്തോ ബോധയിത്വാ ച രാവണം തത്വജ്ഞാനം തതോ മുക്ത പരം പദമവാപ്സ്യസി ഇത്യുക്തോ അഗസ്ത്യമുനിനാ ശുഗോ ബ്രാഹ്മണ സത്തമ. ബഭൂവ രാക്ഷസഃ സദ്യോ രാവണം പ്രാപ്യ സംസ്ഥിതഃ ഇദാനീം ചാരരൂപേണ ദൃഷ്ട്വാ രാമം സഖാനുജം രാവണം തത്വവിജ്ഞാനം ബോധയിത്വാ പുനർദ്രുതം പൂർവവത് ബ്രാഹ്മണോ ഭൂത്വാ സ്ഥിതോ വൈഖാനസൈ സഹ. രാവണനാൽ നിയുക്തനായി നീ ചാരനായി ശ്രീരാമനെ ദർശിച്ച് ശാപ വിമുക്തനായിത്തീരും. രാവണന് തത്വജ്ഞാനം ഉപദേശിച്ചതിന് ശേഷം മുക്തനായി പരമപദം പോകുകയും ആകാം. ഇങ്ങനെ അഗസ്ത്യനാൽ അരുളി ചെയ്യപ്പെട്ടു. വിപ്രവരനായ ശുകൻ ഉടനെ രാക്ഷസനായി മാറി രാവണന്റെ അടുത്ത് ചെന്ന് താമസിച്ചു. ചാരവേഷത്തിൽ അനുജനായ രാമനെ ദർശിക്കുകയും രാവണന് തത്വജ്ഞാനം ഉപദേശിക്കുകയും ചെയ്തിട്ട് പഴയപടി തന്നെ വേഗം വിപ്രത്വം കൊണ്ട് വാനപ്രസ്ഥികളോടൊത്ത് കഴിയുകയാണ് ഇപ്പോൾ. തദസമാഗമദ്വൃദ്ധോ മാല്യവാൻ രാക്ഷസോ മഹാൻ ബുദ്ധിമാൻ നീതി നിപുണോ രാജ്ഞോ മാതുപ്രിയപിതാ പ്രാഹതം രാക്ഷസം വീരം പ്രശാന്തേനാന്തരാത്മന ശൃണുരാജൻ വജോ മേദ്യ ശ്രുത്വാ കുരു യഥേപ്സിതം. യഥാ പ്രവിഷ്ടാ നഗരീം ജാനകീ രാമവല്ലഭ തദാതിപുര്യാം ദൃശ്യന്തേ നിമിത്താനി ദശാനന ഘോരാണി നാശഹേതൂനി താനി മേ വദത ശൃണു ഖരസ്തനിത നിർഘോഷാ മേഘാ അതിഭയങ്കരാ ശോണിതേനാഭിവർഷന്തി ലങ്കാമുഷ്ണേന സർവദാ രുദന്തി ദേവലിംഗാനി സിദ്ധ്യന്തി പ്രചലന്തി ച. വൃദ്ധനും ബുദ്ധിമാനും നീതികുശലനും രാജമാതാവിൻ്റെ പ്രിയ പിതാവുമായ മഹാരാക്ഷസനായ മാല്യവാൻ അവിടെ വന്നു ചേർന്നു. പ്രശാന്തമായ ചേതസ്സോടെ മാല്യവാൻ രാവണനോട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഇപ്പോൾ എൻ്റെ വാക്കുകൾ നീ ശ്രദ്ധിക്കൂ, എന്നിട്ട് ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ. ശ്രീരാമഭഗ്നിയായ ജാനകി എപ്പോൾ ഈ നഗരിയിൽ പ്രവേശിച്ചുവോ അപ്പോൾ മുതൽ ലങ്കയിൽ ദുർനിമിത്തങ്ങൾ കാണുന്നു. ഭയങ്കരങ്ങളായ നാശഹേതുക്കൾ കാണപ്പെടുന്നു. അവയെപ്പറ്റി ഞാൻ പറയുന്നത് കേട്ടാലും ഘോരമായി ഇടിവെട്ടി അലറുന്ന അതിഭീകര മേഘങ്ങൾ എപ്പോഴും ചുടുനിണം കോരിച്ചൊരിയുകയാണ് ലങ്കയിൽ. ദേവപ്രതിമകൾ കരയുകയും വിയർക്കുകയും സ്വസ്ഥാനത്ത് നിന്ന് ഇളകുകയും ചെയ്യുന്നു. കാളികാ പാണ്ഡുരൈർദന്ധൈ പ്രഹസത്യഗ്രതസ്ഥിത ഖരാഘോഷു പ്രജായന്തേ മൂഷകാ നകുലൈ സഹ മാർജാരേണ തു യുധ്യന്തി പന്നഗാഗരുഢേന തു കരാളോ വികടോ മുണ്ഡ പുരുഷ കൃഷ്ണവിങ്കല കാലോ ഗൃഹാണി സർവേഷാം കാലേ കാലേ ത്വേക്ഷത ഏതന്യന്യാനി ദൃശ്യന്തേ നിത്യാനുദ്ഭവന്തി ച. കാളി മുമ്പിൽ നിന്ന് വെൺപല്ലിളിച്ച് പരിഹസിക്കുന്നു. ഗോക്കളിൽ കഴുതകൾ പിറക്കുന്നു. എലികൾ കീരികളോടും പൂച്ചയോടും പൊരുതുന്നു. പരുന്തിനോട് പാമ്പുകൾ പൊരുതുന്നു. കറുപ്പ് കലർന്ന മഞ്ഞ നിറക്കാരൻ, കരാള വികൃതമുഖൻ, മൊട്ടത്തലയൻ, കാലൻ സകലരുടെയും വീടുകളിലേക്ക് അടിക്കടി തുറിച്ചു നോക്കുന്നു. ഇവ കൂടാതെ വേറെയും ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട്. അധകുലസ്യ രക്ഷാർത്ഥം ശാന്തിം ഗുരുദശാനന സീതാം സത്കൃത്യ സധനാം രാമായാശു പ്രയച്ഛഭോ രാമം നാരായണം വിദ്ധി വിദ്വേഷം ത്യജരാഘവേ യത്പാദപോദമാശ്രിത്യ ജ്ഞാനിനോ ഭവസാഗരം തരന്തി ഭക്തിപൂതാന്താസ്തോ രാമോ ന മാനുഷ ഭജസ്വ ഭക്തിഭാവേന രാമം
സർവഹൃദാലയം. ആകയാൽ അല്ലയോ ദശാനന, വംശരക്ഷ ലക്ഷ്യമാക്കി സമാധാനം സ്ഥാപിക്കൂ. സീതയെ സൽക്കരിച്ച് ബഹുധനം സഹിതം രാമന് വേഗം തിരിച്ചു നൽകൂ. രാമനെ നാരായണനെന്നറിഞ്ഞ് രാമനിലുള്ള വിദ്വേഷം വെടിഞ്ഞ് നീ ജീവിക്കൂ. അവൻ്റെ ചരണമാകുന്ന വഞ്ചിയിലേറിയാണല്ലോ പ്രേമത്താൽ അന്തശുദ്ധി നേടിയ ജ്ഞാനികൾ ഭവക്കടൽ താണ്ടുന്നത്. രാമൻ മനുഷ്യനല്ല, സകലരുടെയും അകക്കാമ്പിൽ അമരുന്നവനായ രാമനെ തന്മൂലം ഭക്തിപൂർവം ഭജിച്ചുകൊള്ളൂ. യദ്യപിത്വം ദുരാചാരോ ഭക്ത്യാ പൂതോ ഭവിഷ്യസി മദ്വാക്യം കുരു രാജേന്ദ്ര കുലകൗശലഹേതവേ തത്തു മാല്യവതോ വാക്യം ഹിതമുക്തം ദശാനന നമർഷയതി ദുഷ്ടാത്മാ കാലസ്യ വചമാഗത. നീ ദുർവൃത്തനാണെങ്കിലും ഭക്തി കൊണ്ട് പാപങ്ങളെല്ലാം അകന്നവനായിത്തീരും. വംശക്ഷേമം കൈവരാൻ അല്ലയോ രാജാവേ ഞാൻ പറഞ്ഞത് അനുസരിക്കൂ. മാല്യവാൻ പറഞ്ഞ വാക്കുകൾ ദുഷ്ടാത്മാവായ ദശഗ്രീവന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ പെട്ടെന്ന് കാലന്റെ പിടിയിൽപ്പെട്ടതുപോലെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, മാനവം കൃപണം രാമമേകം ശാഖാമൃഗാശ്രയം സമർത്ഥം മന്യസേ കേന ഹീനം പിത്രാമുനിപ്രിയം രാമേണ പ്രേഷിതോ നൂനം ഭാഷസേ ത്വമനർഗളം ഗച്ഛ വൃദ്ധോസി ബന്ധുസ്ത്വം സോഢം സർവം ത്വയോദിതം. നിസ്സഹായനായി ഏകനായി കുരങ്ങന്മാരെ ആശ്രയിച്ചവനായി പിതാവിനാൽ തള്ളപ്പെട്ടവനായി മുനിമാർക്ക് പ്രിയനും നരനുമായ രാമനെ എന്ത് കാരണത്താലാണ് നിങ്ങൾ കഴിവുറ്റവനായി കരുതുന്നത്? നിങ്ങൾ തീർച്ചയായും രാമനാൽ അയക്കപ്പെട്ടവനാണ്. തുമ്പില്ലാതെ പുലമ്പുകയും ചെയ്യുന്നു. എൻ്റെ ബന്ധുവും കിഴവനുമാണല്ലോ നിങ്ങൾ. തന്മൂലം നിങ്ങൾ പറഞ്ഞതെല്ലാം സഹിച്ചിരിക്കുന്നു. പൊയ്ക്കൊള്ളൂ. ഇതോ മത്കർണപദവീം ദഹത്യേതദ്വജസ്തവ ഇത് കുത്വാ സർവസജീവൈ സഹിത പ്രസ്ഥിതസ്തദാ പ്രാസാദാഗ്രേ സമാസീന പശ്യൻ വാനരസൈനികാൻ യുദ്ധായ യോജേൽ സർവ രാക്ഷസാൻ സമുപസ്ഥിതാൻ. നിങ്ങളുടെ വാക്കുകൾ ഇതാ എൻ്റെ കാതുകളെ പൊള്ളിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് സകല മന്ത്രിമാരെയും കൂട്ടി ഉടനെ രാവണൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മാളിക മുകളിൽ ഇരുന്നു കൊണ്ട് വാനരപ്പടയെ നിരീക്ഷിക്കുകയും സന്നിഹിതരായ സകല രാക്ഷസരെയും പടനീക്കത്തിന് നിയോഗിക്കുകയും ചെയ്തു. രാമോപി ധനുരാദായ ലക്ഷ്മണേന സമാഹൃതം ദൃഷ്ട്വാ രാവണമാസീനം കോപേന കലുഷീകൃത കിരീടിനം സമാസീനം മന്ത്രിഭിഃ പരിവേഷ്ടിതം ശശാങ്കാർദനിഭേനൈവ ബാണേനൈകേന രാഘവ ശ്വേതഛത്രസഹസ്രാണി കിരീടദശകം തഥാ ചിച്ഛേദ നിമിഷാർദ്ധേന തദദ്ഭൂതമിവാഭവത്. മാളികയിലിരുന്ന രാവണനെ കണ്ടപ്പോൾ രാമൻ കോപം കൊണ്ട് കലുഷിതനായി. ലക്ഷ്മണനാൽ അനീതമായ വില്ലെടുത്ത് മുകുടധാരിയും മന്ത്രിമാരാൽ ചൂഴപ്പെട്ട് സ്വസ്ഥതയോടെ ഇരുന്നവനുമായ രാവണനെ നിരീക്ഷിച്ചിട്ട് അമ്പിളിക്കീറ് പോലുള്ളൊരു ഒറ്റ അമ്പിനാൽ രാഘവൻ അവൻ്റെ 1000 വെൺകൊറ്റക്കുടകളും 10 മുകുടങ്ങളും അരക്ഷണത്തിൽ അരിഞ്ഞു വീഴ്ത്തി. ഇത് ഒരു അത്ഭുതം പോലെയാണ് സംഭവിച്ചത്. ലജിതോ രാവണസ്തൂർണം വിവേശഭവനം സ്വകം ആഹൂയ രാക്ഷസാൻ സർവാൻ പ്രഹസ്തപ്രമുഖാൻ ഖല വാനരൈ സഹ യുദ്ധായ നോദയാമാസ സത്വര തതോ ഭേരീ മൃഗങ്കാദ്യൈ പണവാനകഗോമുഖൈ മഹിഷോഷ്ട്രൈ ഖരൈ സിംഹൈർദ്വീപീഭി കൃതവാഹനാഃ ഖഡ്ഗശൂലധനുപാശയഷ്ടിതോമരശക്തിഭി ലക്ഷിതാ സർവതോ ലങ്കാം പ്രതിദ്വാരം ഉപായയൂ. ലജ്ജിച്ച രാവണൻ വേഗം സ്വന്തം ഗൃഹത്തിൽ പ്രവേശിച്ച് അതിവേഗം പ്രഹസ്തപ്രമുഖരായ എല്ലാ രാക്ഷസരെയും വിളിച്ചു വരുത്തിയിട്ട് ആ ഖലൻ വാനരന്മാരോട് അടരാടാൻ ആജ്ഞാപിച്ചു. പോത്ത്, ഒട്ടകം, കഴുത, സിംഹം, പുലി എന്നീ മൃഗങ്ങളെ വാഹനങ്ങളാക്കി വാള്, ശൂലം, വില്ല്, കയർ, വടി, ഇരുമ്പ്, പാര, വേൽ എന്നീ ആയുധങ്ങളെ ഏന്തി രാക്ഷസന്മാർ അനന്തരം ഭേരി, മൃദംഗം, പണവം, പെരുമ്പറ, ഗോമുഖം ഇവ മുഴക്കിക്കൊണ്ട്
ലങ്കയിൽ എല്ലായിടത്തും ഓരോ വാതിൽക്കലും എത്തിച്ചേർന്നു. തത്പൂർവമേവ രാമേണ നോദിതാ വാനരഷഭ ഉദ്യമ്യ ഗിരിശൃംഗാണി ശിഖരാണി മഹാന്തിജ തത്തുച്ഛോത്പാട്യ വിവിധാൻ യുദ്ധായ ഹരിയൂഥവ പ്രേഷമാണാ രാവണസ്യ താന്യനീകാനി ഭാഗശ രാഘവപ്രിയകാമാർത്ഥം ലങ്കാം ആരൂരുഹസ്തദാ. രാവണൻ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ രാമനാൽ നിയോഗിക്കപ്പെട്ടതായ കവിശ്രേഷ്ഠന്മാർ വലിയ ഗിരികൂടങ്ങളും ശിഖരങ്ങളും ഉയർത്തി പലതരം മരങ്ങളും പുഴക്കിപ്പൊക്കി ഇരമ്പിക്കയറി ആ രാവണസേനയെ പല ഭാഗമായി നിരീക്ഷണം ചെയ്തുകൊണ്ട് വാനരപ്പടനായകർ രാമന്റെ പ്രിയകാര്യത്തിനായി യുദ്ധം ചെയ്യാൻ ലങ്കയിലേക്ക് കടന്നു. തേ ധ്രുമൈ പർവ്വതാഗ്രൈശ്ച മുഷ്ടിഭിശ്ച പ്ലവംഗമാ തതഃ സഹസ്രയുദ്ധാശ്ച കോടിയുധാശ്ച യൂഥപ കോടി ശതയുധാശ്ചന്യേരുധുർനഗരം ഭൃജം ആപ്ലബന്ധ പ്ലബന്ധശ്ച ഗർജന്തശ്ച പ്ലവംഗമാ രാമോ ജയന്ത്യതിബലോ ലക്ഷ്മണശ്ച മഹാബല രാജാ ജയതി സുഗ്രീവോ സുഗ്രീവേണ അനുപാലിതഃ ഇത്യേവം ഘോഷയന്തശ്ച സമം യുധിരൈരിഭി. 1000 യൂഥങ്ങളും കോടിയൂഥങ്ങളും ചേർന്ന ആ ഗണമുഖ്യർ കവികൾ മറ്റു 100 കോടികളോട് ചേർന്ന് നഗരം സത്വരം ഉപരോധിച്ചു. മേലോട്ടും കീഴോട്ടും ചാടുന്ന ആ വാനരന്മാർ രാമൻ ജയിക്കട്ടെ, പ്രബലനായ ലക്ഷ്മണൻ ജയിക്കട്ടെ, രാമൻ കാത്തുപോരുന്ന സുഗ്രീവ രാജാവും ജയിക്കട്ടെ എന്ന് ഉദ്ഘോഷമുയർത്തിക്കൊണ്ട് മരങ്ങളും ഗിരിശിഖരങ്ങളും മുഷ്ടികളും കൊണ്ട് ആ ശത്രുക്കളോട് ഏറ്റുമുട്ടി. ഹനുമാൻ അംഗദശ്ചൈവ കുമുദോ നീലയേവച നളശ്ച ശരഭശ്ചൈവ മൈന്ദോ ദിവിത ഏവച ജാംബവാൻ ദതിവക്ത്രശ്ച കേസരീ താര ഏവച അന്യേ ച ബലിനഃ സർവേ യൂഥപാശ്ച പ്ലവംഗമാ ദ്വാരാണ്യുൽപുത്യലങ്കായ സർവതോ രുരുധുർഭൃശം തഥാ വൃക്ഷൈർമഹാകായ പർവ്വതാഗ്രൈശ്ച വാനരാഹ. ഹനുമാൻ, അംഗദൻ, കുമുദൻ, നീലൻ, നളൻ, ശരഭൻ, മൈന്ദൻ, ദ്വിവിധൻ, ജാംബവാൻ, ദതിവക്ത്രൻ, കേസരി, താരൻ എന്നിങ്ങനെ ശക്തന്മാരും മഹാകായരുമായ മറ്റ് കവികളും ഗണമുഖ്യന്മാരുമെല്ലാം ഗോപുരവാതിൽ ചാടിക്കടന്ന് മരങ്ങളും പർവ്വതാഗ്രങ്ങളും കൊണ്ട് ലങ്കയെ ശക്തിയോടെ 4 പാടിൽ നിന്നും ഉപരോധിച്ചു. നിജഗ്നുസ്നാനി രക്ഷാംസി നഖൈർദന്തൈശ്ച വേഗിതാഃ രാക്ഷസാശ്ച തഥാ ഭീമാ ദ്വാരേഭ്യഃ സർവതോരുഷാ നിർഗത്യ ബിന്ദിപാലൈശ്ച ഗഗ്ഗൈശൂലൈ പരശ്വതൈ നിജഗ്നുർവാനരാനീകം മഹാകായാ മഹാബലാഃ. വേഗം സഞ്ചരിക്കുന്നവരായ ആ വാനരന്മാർ നഖങ്ങളും പല്ലുകളും കൊണ്ട് ആ രാക്ഷസന്മാരെ കടന്നാക്രമിച്ചു. ഭീമന്മാരും മഹാകായരും പ്രബലരുമായ രാക്ഷസന്മാർ തൽക്ഷണം എല്ലാ കവാടങ്ങളിലൂടെയും പുറത്തു വന്ന് കവണ, വാള്, ശൂലം, വെൺമഴു ഇവ കൊണ്ട് ക്രോധത്തോടെ വാനരവാഹിനിയെ തകർക്കുകയുണ്ടായി. രാക്ഷസാം ച തഥാ ജഗ്നുർവാൻ രാജിതകാശിനഃ തഥാ ബഭൂവ സമരോ മാംസശോണിതകർദമ രക്ഷസാം വാനരാണാം ച സംബഭൂവാദ്ഭുതോപമ തേ ഹയൈശ്ച ഗജൈശ്ചൈവ രഥൈ കാഞ്ചനസന്നിഭൈ രക്ഷോ വ്യാഘ്രായൂധീരേ നാദയന്തോ ദിശോ ദശ രാക്ഷസാശ്ച കപീന്ദ്രാശ്ച പരസ്പരജയൈഷിണ. രാക്ഷസാൻ വാനരാജഗ്നുർവാനരാംശ്ചൈവ രാക്ഷസാഃ രാമേണ വിഷ്ണുനാ ദൃഷ്ടാ ഹരയോ ദിവിജാംശജാഃ ബഭൂവുർബലിനോ ഹൃഷ്ട അസ്തദാ പീതാമൃതാ ഇവ. വാനരന്മാർ രാക്ഷസന്മാരെയും അതേപടി തിരിച്ചടിച്ചു. മാംസവും ചോരയും ചളകിട്ടിയ ആശ്ചര്യജനകമായ യുദ്ധമാണ് രാക്ഷസരും വാനരരും തമ്മിലുണ്ടായത്. ആനകൾ, അശ്വങ്ങൾ, കനകാഭകലരുന്ന തേരുകൾ ഇവയിലേറി 10 ദിക്കും മുഴക്കിക്കൊണ്ട് അസുരവ്യാഘ്രങ്ങൾ യുദ്ധം ചെയ്തു. രാക്ഷസരും കവീന്ദ്രരും
പരസ്പരം വെല്ലാൻ വെമ്പലോടെയാണ് ഏറ്റുമുട്ടിയത്. രാക്ഷസരെ വാനരന്മാരും വാനരന്മാരെ രാക്ഷസരും കൊന്നൊടുക്കി. വിഷ്ണുവായ രാമനാൽ കൃപാപൂർവം കടാക്ഷിക്കപ്പെട്ട ദേവാംശജരായ കവികൾ അപ്പോൾ അമൃതപാനം ചെയ്തവരെ പോലെ സന്തുഷ്ടരും ശക്തരുമായി തീർന്നു. സീതാഭിമർശപാപേന രാവണേനാഭിപാലിതാൻ ഹതശ്രീകാൻ ഹതബലാൻ രാക്ഷസാൻ യജ്ഞരോജസ ചതുർത്ഥാംശാവശേഷേണ നിഹതാം രാക്ഷസം ബലം സ്വസൈന്യം നിഹതം ദൃഷ്ട്വാ മേഘനാഥോ ദധിഷ്ഠതി ബ്രഹ്മദത്തപരശ്രീമാൻ അന്തർധാനം ഗതോ അസുരഃ സർവാസ്ത്രകുശലോ വ്യോംനി ബ്രഹ്മാസ്ത്രേണ സമന്തത നാനാവിധാനി ശസ്ത്രാണി വാനരാൻ ഏകമർദ്ദയൻ വവർഷ ശരജാലാനി തദ് അത്ഭുതം ഇവാഭവത്. സീതയെ സ്പർശിച്ചതിനാൽ പാപം പേറുന്ന രാവണനാൽ പരിപാലിതരായ ഐശ്വര്യം കെട്ടവരായ ബലമറ്റതായ രാക്ഷസരെ ഓജസാൽ തന്നെ ആ വാനരന്മാർ സംഹരിച്ചു. അങ്ങനെ രാക്ഷസസേന വെറും 4/1 മാത്രം അവശേഷിക്കുമാറ് തകർന്നുപോയി. സർവാസ്ത്ര നിപുണനും ഐശ്വര്യശാലിയുമായ മേഘനാഥൻ എന്ന അസുരൻ തൻ്റെ സൈന്യം തകർന്നത് കണ്ട് പെട്ടെന്ന് ഒളിച്ചു കളഞ്ഞു. ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ ആ ദുർബുദ്ധി ആകാശത്ത് നിന്നുകൊണ്ട് വാനരന്മാരെ തകർക്കുമാറ് ബ്രഹ്മാസ്ത്രത്തോടൊപ്പം പലതരം ആയുധങ്ങളും എമ്പാടും ചൊരിയുകയുണ്ടായി. അത് ഒരു അത്ഭുതം പോലെയാണ് സംഭവിച്ചത്. രാമോഭിമാനയൻ ബ്രഹ്മാസ്ത്രമസ്ത്രയുതാംബര ക്ഷണം തൂഷ്ണീമുപാസാധ ദദർശപ്പതിതം ബലം വാനരാണാം രഘുശ്രേഷ്ഠച്ചുഗോപാനലസന്നിഭ ശാപമാനയ സൗമിത്രേ ബ്രഹ്മാസ്ത്രേണ അസുരം ക്ഷണാത് ഭസ്മീകരോമി വേ പശ്യ ബലമദ്യരഘൂത്തമ മേഘനാദോപി തച്ഛ്രുത്വാ രാമവാക്യമതന്ത്രിത തൂർണം ജഗാമനഗരം മായയാ മായികോ അസുരഃ. വില്ലാളികളിൽ മുമ്പനായ രാമനും ബ്രഹ്മാസ്ത്രത്തെ ബഹുമാനിച്ച് കുറച്ചുനേരം മൗനിയായി നിന്നു. അതിനുശേഷം വീണുകിടക്കുന്ന വാനരപ്പടയുടെ നേരെ കണ്ണോടിച്ചു. ശ്രീരാമൻ അഗ്നിയെപ്പോലെ കോപത്താൽ ജ്വലിച്ചുപോയി. പിന്നെ ഇപ്രകാരം പറഞ്ഞു: ലക്ഷ്മണ, വില്ലിങ്ങ് തരൂ. ബ്രഹ്മാസ്ത്രം കൊണ്ട് തന്നെ അസുരനെ ഞൊടിയിടയിൽ ഭസ്മീകരിക്കട്ടെ. ലക്ഷ്മണ, എൻ്റെ ബലം നീ ഇന്ന് കണ്ടുകൊള്ളുക. തളരാത്ത മായാവിയായ അസുരൻ മേഘനാഥൻ ആ രാമവചനം ശ്രവിക്കവേ മായയാൽ വേഗം നഗരത്തിലേക്ക് പിൻവാങ്ങി. പതിതം വാനരാനീകം ദൃഷ്ട്വാ രാമോ അതിദുഃഖിതഃ ഉവാച മാരുതിം ശീഘ്രം ഗത്വാ ക്ഷീരമഹോദധിം തത്ര ദ്രോണഗിരിർനാമ ദിവ്യൗഷധി സമുദ്ഭവ സമാനയദ്രുതം ഗത്വാ സഞ്ജീവയ മഹാമതേ വാനരൗഘാൻ മഹാസത്വാൻ കീർത്തിസ്തേ സുസ്ഥിരാ ഭവേത് ആജ്ഞാ പ്രമാണമിത്യുക്ത്വാ ജഗാമ അനിലനന്ദന. വീണുപോയ വാനരസേനയെ കണ്ട് അതിദുഃഖം പൂണ്ട രാമൻ മാരുതിയോട് പറഞ്ഞു: നീ ശീഘ്രം പാൽക്കടൽ തീരത്ത് പോയി അവിടെ ദിവ്യൌഷധികൾ തിങ്ങിയ ദ്രോണഗിരി എന്ന് പേരായ ഒരു പർവ്വതമുണ്ട്. അത് പെട്ടെന്ന് കൊണ്ടുവരണം. പ്രബലരായ വാനരഗണങ്ങളെ ജീവിപ്പിക്കുകയും വേണം. അല്ലയോ മഹാമതേ, നിനക്ക് ശാശ്വതമായ കീർത്തി ഉണ്ടാകും. കൽപ്പനപ്രകാരം എന്ന് പറഞ്ഞ് വായുധനയൻ ഉടൻ തന്നെ യാത്രയായി. അനീയജഗിരിം സർവാൻ വാനരാൻ വാനരർഷഭ ജീവയിത്വാ പുനസ്തത്ര സ്ഥാപയിത്വാ യൈദ്രുതം പൂർവവത് ഭൈരവം നാദം വാനരാണാം ബലൗഖദ ശ്രുത്വാ വിസ്മയമാപന്നോ രാവണോ വാക്യമബ്രവീത്. മല കൊണ്ടുവന്ന് സകല വാനരന്മാരെയും ജീവിപ്പിച്ചതിന് ശേഷം അത് വീണ്ടും പൂർവ്വസ്ഥാനത്ത് സ്ഥാപിച്ചിട്ട് കവിവരൻ പെട്ടെന്ന് തിരിച്ചു വന്നു. വാനരന്മാരുടെ സേനാസമൂഹത്തിൽ നിന്ന് മുമ്പത്തെ പോലെ ഭീകരനാദം ഉയർന്നത് കേട്ട് വിസ്മയം കൊണ്ട രാവണൻ ഇങ്ങനെ പറഞ്ഞു: രാഘവോ മേ മഹാൻ ശത്രു പ്രാപ്തോ ദേവവിനിർമ്മിത ഹന്തും തം സമരേ ശീഘ്രം ഗച്ഛന്തു മമ യൂഥവ മന്ത്രിണോ ബാന്ധവാ ശൂരായേജമത്പ്രിയകാംക്ഷിണ സർവേ ഗച്ഛന്തു യുദ്ധായ ത്വരിതം മമ ശാസനാത്.
യേന ഗച്ഛന്തി യുദ്ധായ ഭീരവ പ്രാണവിപ്ലവാത് താൻ ഹനിഷ്യാമ്യഹം സർവാൻ മശാസന പരാങ്മുഖാൻ. ദേവന്മാരാൽ നിർമ്മിതനും എൻ്റെ മഹാവൈരിയുമായ രാഘവൻ വന്നിരിക്കുകയാണ്. സമരത്തിൽ അവനെ ഉടനടി കൊല്ലാൻ എൻ്റെ സേനാപതികളെല്ലാം പുറപ്പെടട്ടെ. മന്ത്രിമാർ, ബന്ധുക്കൾ, എൻ്റെ ശുഭകാംക്ഷികളായ ധീരന്മാരെല്ലാവരും നമ്മുടെ ആജ്ഞപ്രകാരം യുദ്ധത്തിൽ പങ്കെടുക്കാൻ ഉടൻ പോകട്ടെ. പ്രാണനാശം പേടിച്ച് ഏത് ഭീരുക്കളാണോ യുദ്ധത്തിന് പോകാത്തത്, എൻ്റെ കൽപ്പന വകവയ്ക്കാത്ത അവരെയെല്ലാം ഞാൻ വധിക്കുന്നതായിരിക്കും. തച്ഛ്രുത്വാ ഭയസന്ത്രസ്താ നിർജഗ്മൂരണഗോവിദാ അധികായ പ്രഹസ്തശ്ച മഹാനാദ മഹോദരൗ ദേവശത്രു നികുംബശ്ച ദേവാന്തകരാന്തകൗ അപരേ ബലിനഃ സർവേ യയുർയുദ്ധായ വാനരൈഹി. അത് കേട്ട് പേടിച്ചരണ്ട സമരവിരുദ്ധന്മാർ യാത്രയായി. അധികായൻ, പ്രഹസ്തൻ, മഹാനാഥൻ, മഹോദരൻ, ദേവശത്രു, നികുംബൻ, ദേവാന്തകൻ, നരാന്തകൻ തുടങ്ങി ശക്തരായ മറ്റെല്ലാവരും വാനരന്മാരോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. ഏതേജാന്യേജ ബഹവശൂരാ ശതസഹസ്രശ പ്രവിശ്യ വാനരം സൈന്യം മമന്ധുർബലദർപ്പിതാഃ ഭുഷുണ്ഡീ ഭിന്ദിപാലൈശ്ച ബാണൈ ഖഡ്ഗൈ പരശ്വധൈ അന്യൈശ്ച വിവിധൈരസ്ത്രൈർ ജഘ്നുർ ഹരിയൂഥപാൻ. ഇവരും കരുത്തൽ ഹൂങ്കാർന്ന മറ്റ് അനേകം ധീരരും നൂറായിരക്കണക്കിന് കടന്ന് വാനരപ്പടയെ തകർത്തു തുടങ്ങി. ചാട്ടുളികൾ, കവണകൾ, ബാണങ്ങൾ, വാളുകൾ, മഴുകൾ എന്നിങ്ങനെ പല വിധത്തിലുള്ള ആയുധങ്ങളാൽ രാക്ഷസന്മാർ വാനര സേനാപതികളെ പ്രഹരിച്ചു. തേ പാദപൈ പർവ്വതാഗ്രൈർ നഗദംഷ്ടൈശ്ച മുഷ്ടിഭി പ്രാണൈർവിമോചയാമാസോ സർവരാക്ഷസയൂതപാൻ രാമേണ നിഹതാകേചിത് സുഗ്രീവേണ ധാവരേ ഹനുമതാച അംഗദേന ലക്ഷ്മണേന മഹാത്മന യൂഥവൈർവാനരാണാം തേ നിഹതാ സർവരാക്ഷസാഃ രാമതേജ സമാവിശ്യ വാനരാ ബലിനോർഭവൻ രാമശക്തിവിഹീനാനാം ഏവം ശക്തി കുതോ ഭവേത്. മരങ്ങൾ, ഗിരിശിഖരങ്ങൾ, നഖങ്ങൾ, ദംഷ്ടകൾ, മുഷ്ടികൾ ഇവയെല്ലാം ആ വാനരന്മാർ രാക്ഷസ പടയുടെ നേർക്ക് പ്രയോഗിച്ച് പ്രാണഹാനി വരുത്തി. ചിലർ രാമനാൽ വധിക്കപ്പെട്ടു, ചിലർ സുഗ്രീവനാൽ വധിക്കപ്പെട്ടു, ചിലർ ഹനുമാനാലും അംഗദനാലും വധിക്കപ്പെട്ടു. അതുപോലെ മഹാത്മാവായ ലക്ഷ്മണനാലും അങ്ങനെ വാനര യൂഥവന്മാരാൽ ആ രാക്ഷസന്മാരെല്ലാം ഹതരായി. രാമതേജസ് തിങ്ങി നിറഞ്ഞ് വാനരർ പ്രബലരായിത്തീർന്നു. രാമനിൽ നിന്ന് ശക്തി ആർജിക്കാത്തവർക്ക് ഇത്ര ശക്തി എവിടെ നിന്നാണ് കിട്ടുക? സർവേശ്വര സർവമയോ വിദാത മായാമാനുഷ്യത്വ വിഡംബനേന സദാ ചിദാനന്ദമയോ വിരാമോ യുദ്ധായ ലീനാം വിതനോതി മായാം. സർവേശ്വരനും സർവവ്യാപിയും ജഗത്സ്രഷ്ടാവുമായ രാമൻ സദാ ചിദാനന്ദമയാണെങ്കിലും മാനവഭാവത്തെ അനുകരിക്കിയാൽ സമരാദിലീലയ്ക്ക് അനുരൂപമാം വിധം മായയെ സവിശേഷം പ്രവർത്തിപ്പിക്കുകയാണ്. ഓം ഇതി ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ പഞ്ചമസർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.